നമസ്തേ. കൊല്ലവർഷം 1200 കർക്കിടക മാസം 1 തീയതി മുതൽ കർക്കിടകം 31 വരെയുള്ള, അതായത് 2025 ജൂലൈ മാസം 17 തീയതി മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പുണർദം കാൽ, പൂയം, ആയില്യം, കർക്കിടകക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ഇടവിട്ട് ഭാഗ്യക്കുറവ് ഉണ്ടാകുകയും ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന ധനം കൈവരിക്കുവാൻ സാധിക്കാത്ത കാലഘട്ടവുമാകുന്നു. ആത്മബലം വർദ്ധിക്കുകയും ശരീരത്തിൽ ഉണ്ടായിരുന്ന പല പാടുകൾക്കും ശമനമുണ്ടാകുകയും വിദേശവാസത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു. പുതിയ പ്രേമബന്ധങ്ങൾ വന്നുചേരുകയും വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ഉത്തമമായ കാലഘട്ടവുമാകുന്നു. പല വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നുചേരുമെങ്കിലും നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് അത് ഉപകരിക്കുകയില്ല. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനും ഉത്തമമായ കാലഘട്ടമാകുന്നു. ഭൂമിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ലാഭം വന്നുചേരുകയും ടീച്ചിങ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഉത്തമമായ കാലഘട്ടവുമാകുന്നു. ഗവൺമെൻറ്റിൽ നിന്നും പലവിധ ആദരവുകൾ ലഭിക്കുകയും ഇടവിട്ട് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയും ഫലമാകുന്നു. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുവിന് പാൽപായസ നിവേദ്യം അർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. മകം, പൂരം, ഉത്രംകാൽ, ചിങ്ങക്കൂറ് തൊഴിലിൽ സ്ഥാനക്കയറ്റവും PSC, SSC എന്നീ മത്സര പരീക്ഷയിൽ വിജയം കൈവരിക്കുകയും നഷ്ടപ്പെട്ടു എന്നു കരുതിയ ധനം തിരികെ ലഭിക്കുകയും മനസ്സിൽ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ബിസിനസ്സിൽ പുരോഗതിയും ഐശ്വര്യവും ധനവർദ്ധനവും ഫലമാകുന്നു. ഇടവിട്ട് പഠനകാര്യങ്ങൾക്ക് മുടക്കമുണ്ടാകുകയും കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തിയും അംഗീകാരവും വന്നുചേരുകയും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുകയും ഇടവിട്ട് നയനരോഗങ്ങൾ വന്നു ഭവിക്കുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ചയുണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. കൈവശമുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെടുകയും എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനമുള്ളതിനാൽ ഈ കാലഘട്ടത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു. ഉത്രമുക്കാൽ, അത്തം, ചിത്രയുടെ അര, കന്നിക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ഇടവിട്ട് തലവേദനയും തലകറക്കവും ഉണ്ടാകുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ചില വിദേശ യാത്രകൾക്ക് മുടക്കം സംഭവിക്കുകയും പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ഫലമാകുന്നു. പ്രതീക്ഷിക്കുന്ന സഹായ സഹകരണങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിക്കുകയില്ല. ഈ കാലഘട്ടം ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും സ്ത്രീകളിൽ നിന്നും ധനസഹായങ്ങൾ ലഭിക്കുകയും വീട് പുതുക്കി പണിയുകയും മാതാപിതാക്കൾക്ക് അനുകൂലമായ കാലഘട്ടവുമാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ചയുണ്ടാകുകയും ഫലമാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് പൂർണ്ണ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്.